ലാവയുടെ ലാവ യുവ 2 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ യുവ 2 പ്രോ എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാറ്. എന്നാൽ ഈ ഫോണിൽ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 4 GB റാമും അതുപോലെ തന്നെ 64 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3 GB റാമും 32 GB ഇന്റേണലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. അതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, പക്ഷേ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് HD റെസൊല്യൂഷൻ മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധിക ഫോണുകളിലൊന്നും വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് റിഫ്രഷ് റേറ്റിൻ്റെ കാര്യവും. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. വിലയും അതിനനുസരിച്ചിട്ട് 8000 രൂപ പ്രൈസ് റേഞ്ചിലേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ലാവ യുവ 2 പ്രോയിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 204 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലാസ് ലെവൻഡർ, ഗ്ലാസ് വൈറ്റ്, അതുപോലെ തന്നെ ഗ്ലാസ് ഗ്രീൻ എന്നിങ്ങനെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. mediatekൻ്റെ helio G37 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു 5G ഫോൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതും ഓക്കെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത് ഓക്കെയാണ്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 1 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം. പിന്നെ സോഫ്റ്റ്വെയറിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും എടുത്തു പറയുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇത് കൂടാതെ 2 QVGA ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ യൂസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഈ ഫോണിൽ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ യുവ 2 പ്രോ എന്ന സ്മാർട്ട് ഫോണിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്.
പിന്നെ 4GB റാമും 64GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ലാവ യുവ 2 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 2 Pro എന്ന സ്മാർട്ട് ഫോൺ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്മാർട്ട് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ലാവ യുവ 2 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.